ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണി രൂപയോടും സോണിയോടും പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ മനസ്സിൽ ആ ഗുണ്ടകളുടെ ഒരു ചിത്രവും ഇല്ല. നേരെ മറിച്ച് ആ വെട്ടേറ്റ പയ്യനും അവന് വേണ്ടി തേങ്ങലടിച്ച് കരയുന്ന അവൻ്റെ ഭാര്യയുടെ മുഖം മാത്രമേ ഉള്ളൂ. അതെൻ്റെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. കണ്ട കാര്യങ്ങൾ അതേപടി കോടതിയിൽ പറയും. വെട്ടിയത് ഏത് വലിയ ഗുണ്ടകളാണെങ്കിലും അവനൊക്കെ പരമാവധി ശിക്ഷ കിട്ടണം. കിരണുമായിട്ട് ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കല്യാണി പറയുന്നത്, അതെ കിരണേട്ടാ, ആൽബി ഏട്ടനും വെട്ടേറ്റ ആ പയ്യനും ധരിച്ചിരുന്നത് ഒരേ ഷർട്ടാ. ഒരുപക്ഷെ ആൾ മാറി വെട്ടിയതാണോ എന്ന് എനിക്കൊരു സംശയം. അപ്പം കിരണു ആലോചിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട്. ഞാൻ ആ ടെക്സ്റ്റൈൽസിലേക്ക് വരുമ്പോൾ ഈ ഗുണ്ടകൾ ആരെയോ കാത്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആൽബിയേട്ടൻ ടെക്സ്റ്റൈൽസിനകത്തായിരുന്നു. സോണിയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇറങ്ങാൻ വൈകിയത്. പക്ഷെ നിർഭാഗ്യവശാൽ ആദ്യം ഇറങ്ങിയത് അർജുൻ എന്ന ആ പയ്യനായിരുന്നു. അപ്പോൾ കിരണും പറയുന്നുണ്ട്, നിൻ്റെ സംശയം ശരിയായി വരാൻ സാധ്യതയുണ്ട്. കല്യാണി പറയുന്നുണ്ട്, എൻ്റെ സംശയം മാത്രമല്ല, എൻ്റെ സ്വപ്നവും ശരിയായെന്ന് വേണം കരുതാൻ. കിരണേട്ടനെ കുറേ ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്തുണ്ടാവുന്നതാവാൻ സാധ്യതയുണ്ട്. ഇവിടെ പക്ഷേ വിധി വഴിമാറിപ്പോയെന്ന് വേണം കരുതാൻ. മേഘ്ന എന്ന ആ പെൺകുട്ടിക്കും അവളുടെ ഭർത്താവിന് വെട്ടേറ്റ ആ ഭർത്താവിനും നീതി കിട്ടാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്യുന്നോ അതിനൊക്കെ എൻ്റെ കൂടെ സപ്പോർട്ടുണ്ടാവും. കല്യാണിക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കല്യാണിയും പറയുന്നുണ്ട്, അർജുൻ്റെ സ്ഥാനത്ത് ആൽബിയേട്ടനാണ് ഇത് സംഭവിച്ചതെങ്കിൽ നമ്മളെല്ലാവരും ഈ ഒരു കേസിൽ ഇടപെടില്ലായിരുന്നോ? പിന്നെ ഒരു കാര്യത്തിലേ എനിക്ക് ഭയമുള്ളൂ, നമ്മൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി അർജുനും മേഘ്നയ്ക്കും വേണ്ടി പൊരുതിയിട്ട് പിന്നെ അവസാനം അവർ കാലുമാറാൻ പാടില്ല. മുമ്പ് കോടതിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ദേവകി എന്ന സ്ത്രീ മൊഴിമാറ്റി പറഞ്ഞതുകൊണ്ടാണല്ലോ വിക്രം രക്ഷപ്പെട്ടത്. അവിടെയും ശരണ്യയും അവളുടെ അമ്മയും നിരപരാധികളാ. വിക്രമും അവൻ്റെ കൂട്ടുകാരും ചെയ്ത ചതിക്കാ അവരവനെ കുടുക്കിയത്. അപ്പോൾ കിരണ് പറയുന്നുണ്ട്, അതൊക്കെ പിന്നീടല്ലേ അറിഞ്ഞത്. ഇവിടെ ഗുണ്ടകളെ ഭയന്നിട്ട്, കോടതിയും കേസും ഭയന്നിട്ട് പലരും മൗനമായിട്ടിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ക്രിമിനൽസ് രക്ഷപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്, മേഘ്നയും അർജുനും കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ കേസുമായിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. കല്യാണി ഒരു അല്പം ആശങ്കയോടുകൂടിയാണ് പറയുന്നത്. പക്ഷേ കിരണ് വാക്ക് കൊടുക്കുന്നുണ്ട്, കല്യാണി നീ നിൻ്റെ നിലക്ക് മുന്നോട്ട് പോയിക്കോ, നിൻ്റെ ഒരു നിഴലായിട്ട് എന്നും ഞാനുണ്ട് നിൻ്റെ കൂടെ. കല്യാണിക്ക് ഒത്തിരി സന്തോഷമാവാണ്. അതിനുശേഷം അവൾ പറയുന്നുണ്ട്, ഏതായാലും ആൾ മാറി വെട്ടിയതാണെന്നൊരു സംശയമുള്ള സ്ഥിതിക്ക് കിരണേട്ടൻ എന്തായാലും ആൽബിയേട്ടനെ ഒന്ന് വിളിക്ക്, എന്നിട്ട് ഒന്ന് സൂക്ഷിച്ചോളാൻ പറ. അപ്പോൾ കിരണ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ അവനെ വിളിക്കാം. കിരൺ ആൽബിയെ വിളിക്കാൻ പോയ സമയത്തും കല്യാണിയുടെ മനസ്സിൽ തുടിച്ചു നിന്നിട്ടുണ്ടായിരുന്നത് ആ അർജുൻ എന്ന് പറഞ്ഞ പയ്യനെ വെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ദൃശ്യങ്ങളും, അതായത് അവൻ വേദന എടുത്തിട്ട് പൊളയുന്നതും ആ ഒരു കാഴ്ച തന്നെയാണ് മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. അർജുനെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള വേദനയും അതുപോലെ തന്നെ ആ ഗുണ്ടകളെ തിളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശൗര്യവും ഒരേ സമയം കല്യാണിയിൽ വരികയാണ്. അപ്പോഴേക്കും കിരൺ പോയിട്ട് ആൽബിയെ കോൾ ചെയ്യുന്നുണ്ട്. കിരൺ എന്ന് പറഞ്ഞിട്ട് ആൽബി കോൾ എടുക്കുമ്പോഴേക്കും കിരൺ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ പറയാണ്, പിന്നെ ഞാൻ വിളിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, നീ ഒന്ന് സൂക്ഷിക്കണം. ഇന്ന് ടെക്സ്റ്റൈൽസിന് മുമ്പിൽ നടന്നതൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. അത് ആൾ മാറി ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെന്താ അങ്ങനെ ആൽബിക്ക് സംശയം? വേറൊന്നും കൊണ്ടല്ല, ആൽബി ധരിച്ചിരുന്ന അതേപോലുള്ള മഞ്ഞ ഷർട്ട് തന്നെയാണ് ഈ വെട്ടുകൊണ്ട പയ്യനും ധരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംശയം വന്നത്. പിന്നെ എൻ്റെ അങ്കിളുടെ കാര്യം അറിയാലോ, സ്വത്തെല്ലാം അമ്മ ആൽബിയുടെയും സോണിയുടെയും പേരിൽ എഴുതി വെച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ദേഷ്യം അയാൾക്ക് കാണും. അപ്പോൾ ആൽബി സമാധാനിപ്പിക്കുന്നുണ്ട്, സാരമില്ല, ഇനി കല്യാണം വരെ ഞാൻ അധികം പുറത്തോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ കിരണും പറയുന്നുണ്ട്, ആൽബിയുടെ വീടിന് ചുറ്റും അച്ഛൻ ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, പിന്നെ പോലീസിൻ്റെ ഒരു നിരീക്ഷണമുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എങ്കിലും വിവാഹത്തിന് മുമ്പും ശേഷവും ഈ നാട്ടിൽ നിന്ന് പോകുന്നത് വരെയും നീ ഒന്ന് കെയർഫുള്ളായിരിക്കണം. ശരി കിരണേ. ആൽബി കോൾ കെട്ടിയാണ്. അപ്പോഴേക്കും അച്ചായനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാളോട് ആൽബി പറയുന്നുണ്ട്, കിരണ വിളിച്ചത്, ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയാൻ. പിന്നെ ടെക്സ്റ്റൈൽസിന് മുമ്പിൽ നടന്ന കാര്യങ്ങൾ ഞാൻ പപ്പയോട് പറഞ്ഞായിരുന്നല്ലോ. ആ വെട്ടുകൊണ്ട ആളും ഞാനും ധരിച്ചിരുന്നത് ഒരുപോലത്തെ ഷർട്ടാണെന്നാണ് ഇപ്പോൾ കിരൺ പറയുന്നത്. പിന്നെ കല്യാണിയാണല്ലോ എല്ലാത്തിനും സാക്ഷിയായത്. അപ്പോഴൊക്കെ അച്ചായൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണോ ആൽബി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൾ മാറി വെട്ടിയതാണോ എന്ന് അവർക്കൊരു സംശയം. അപ്പോഴേക്ക് അച്ചായനും പറയുന്നുണ്ട്, അതിനും സാധ്യതയുണ്ട് മോനെ. അതിനു മാത്രം വൃത്തികെട്ടവനാ ഈ രാഹുൽ എന്ന് പറയുന്നവൻ. ഒരു ജന്മം മുഴുവൻ സേനനെ കരയിപ്പിച്ചവനാ. ഇപ്പം എല്ലാം നഷ്ടപ്പെടുകയാണെന്ന് അറിയുമ്പോൾ അവൻ പിന്നെ വെറുതെ ഇരിക്കുമോ? അപ്പോൾ ആൽബി പറയുന്നുണ്ട്, സ്വത്തൊന്നും വേണ്ടാന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ പപ്പ, പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. അയാൾ പറയുന്നുണ്ട്, അവരുടെ സ്വത്തുക്കൾ ഭദ്രമായ കൈകളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾക്ക് ജീവിക്കാൻ ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്. എങ്കിലും നമ്മൾ ഈ പ്രോപ്പർട്ടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ദാനം കൊടുക്കുമ്പോൾ അത് അറിഞ്ഞിട്ട് വേണം ദാനം കൊടുക്കാൻ. എത്തേണ്ട കൈകളിലേ അത് എത്താൻ പാടുള്ളൂ. അപ്പോൾ ആൽബിയും ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് രൂപയും സേനനും അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പം കുറച്ചൊരു പേടിയോടുകൂടി തന്നെ ആൽബി ചോദിക്കുന്നുണ്ട്, കല്യാണം വരെ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാതിരിക്കുന്നതാവുമല്ലേ നല്ലത്? അപ്പം അച്ചായനും പറയുന്നുണ്ട്, ഉറപ്പല്ലേ?
പണമാണ് ബന്ധങ്ങളെക്കാൾ വലുതെന്ന് ചിന്തിക്കുന്ന ഒരുത്തനാണ് ഈ രാഹുൽ. അവനെല്ലാം നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ പിന്നെ എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കൊന്നും പുറത്തിറങ്ങണ്ട. അതുമാത്രമല്ല, തോക്കും കയ്യിൽ കരുതണം. അത് സേനൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയാളുടെ ഒരു നോട്ടം ഈ വീടിന് ചുറ്റുമുണ്ട്. ആൽബിൻ പറയുന്നുണ്ട്. അത് കിരണും പറഞ്ഞായിരുന്നു. എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ രക്ഷിക്കണം. അച്ചായൻ പറയാണ്. സേനൻ്റെ സങ്കടം തീർക്കണം. എത്ര കാലമായി അയാൾ കിടന്ന് വിഷമിക്കുന്നത് നമ്മൾ കണ്ടതാ. അതിനൊക്കെ ഒരു പരിഹാരം ചെയ്യണം. നമ്മുടെ ജീവൻ പോയാലും ശരി. അതേസമയം രാഹുൽ ഗുണ്ടകൾക്കരികിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ദേഷ്യത്തോടെയാണ് പറയുന്നത്, ഞാൻ നിന്നെയൊക്കെ കൊട്ടേഷൻ ഏൽപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞതാ അബദ്ധമൊന്നും ചെയ്യരുതെന്ന്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ പരസ്പരം മുഖത്തോട് വന്ന് നോക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എന്നിട്ട് കൊല്ലേണ്ടവനെ കൊല്ലാതെ വേറൊരുത്തിനെ വെട്ടിയിട്ട് വന്നിരിക്കുമോ? അപ്പോൾ ഗുണ്ടകളുടെ നേതാവ് പറയുന്നുണ്ട്, വെട്ടുകൊണ്ടവൻ വീണപ്പോഴാ സാറേ ആള് മാറിയെന്നറിയുന്നത്. അല്ലാത്തവൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നിനക്കൊന്നും മനസ്സിലായില്ലേ? രാഹുൽ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയാണ്, ഇല്ല സാറേ, ഏതായാലും എൻ്റെ അഡ്വാൻസ് പോയി, അത് ഞാൻ സഹിച്ചോളാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു തലവേദനയ്ക്കും ഞാനില്ല. ഒരു ചില്ലിക്കാശ് പോലും തരില്ല. രാഹുൽ ദേഷ്യത്തോടെ പറയുകയാണ്. രാഹുൽ അവിടുന്ന് പോകാൻ നോക്കുമ്പോഴേക്കും ഗുണ്ടകളുടെ നേതാവ് പറയുന്നുണ്ട്, അതെന്ത് പറിച്ചില്ല സാറേ, ഞങ്ങൾക്ക് ആള് മാറിപ്പോയി, പക്ഷേ ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കിട്ടേണ്ട പണം കിട്ടിയേ പറ്റൂ. അപ്പോൾ രാഹുൽ കുറച്ച് ഷോക്കോടെ ചോദിക്കുന്നുണ്ട്, അതെവിടുത്തെ ന്യായ? മാനവും മര്യാദയുള്ള ഗുണ്ടകൾ ഈ രീതിയിൽ പറയുമോ? ഏറ്റെടുത്ത കൊട്ടേഷൻ നല്ല 100% വിജയത്തോടെ ചെയ്തിട്ടാണ് നല്ല ചങ്കുറപ്പുള്ള ഗുണ്ടകൾ ക്യാഷിന് ചോദിക്കുന്നത്. അപ്പോൾ ഗുണ്ടകളുടെ നേതാവ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, സാറേ എങ്കിൽ പിന്നെ സാറിൻ്റെ കൊട്ടേഷൻ എടുക്കണോ? അപ്പോൾ രാഹുൽ ഞെട്ടിയിട്ട് അവനെ നോക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, എന്നാ തൽക്കാലം അത് ചെയ്യുന്നില്ല. സാറ് ഞങ്ങൾ ആവശ്യപ്പെട്ട പണം തരുവാണെങ്കിൽ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കും. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, ഇനിയും എങ്ങനെ നിന്നെയൊക്കെ വിശ്വസിക്കും? എങ്കിലൊരു കാര്യം ചെയ്യാം, പകുതി പണം തന്നാൽ മതി, ബാക്കി പകുതി പണം അവനെ കൊന്നിട്ട് തന്നാൽ മതി. രാഹുൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്നാലും നീയൊന്ന് സന്തോഷിക്കാൻ വക തന്നില്ലല്ലോടാ. ഒരുപാട് പ്രതീക്ഷിച്ചതാ. രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ നിന്ന സമയത്ത് എൻ്റെ പെങ്ങളുടെ ഫോണിലേക്ക് അവളുടെ മരുമോനാകാൻ പോകുന്ന പയ്യൻ്റെ മരണവാർത്ത വരുമെന്ന് കരുതിയതാ. അവരിങ്ങനെ പരസ്പരം മുഖത്തോട് നോക്കാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എല്ലാം തൊലച്ച് കളഞ്ഞില്ലേ? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടു കഴിഞ്ഞു. വർഷങ്ങളായി ആഗ്രഹിച്ച സ്വത്തെല്ലാം കൈവിട്ടു പോയി. എൻ്റെ മകൾക്ക് വന്ന് ചേരേണ്ട ഏക്കർ കണക്കിന് പ്രോപ്പർട്ടിയാണ് കൈവിട്ടു പോയത്. അപ്പോൾ ഗുണ്ടകളും ചെറുതായിട്ടൊന്ന് ഷോക്കാവുകയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയും മോളും ഒക്കെ ഇപ്പം എനിക്ക് സമനില തെറ്റിയെന്ന് പറഞ്ഞ് നടക്കുവാണെന്നാണ് കരുതുന്നത്. എന്നിട്ട് രാഹുൽ ദേഷ്യത്തോടെ പറയാം, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും സമനില തെറ്റിയത്. പോയടാ, എല്ലാം പോയി എന്നും പറഞ്ഞിട്ട് രാഹുൽ ദേഷ്യത്തോടെ പോകുമ്പോഴേക്കും ഗുണ്ട പിന്നെന്ന് വിളിക്കുകയാണ്, സാറേ അപ്പോൾ പറഞ്ഞ പകുതി പൈസ എപ്പോൾ തരും? അപ്പോൾ രാഹുൽ തിരിഞ്ഞ് അയാളെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പറയുന്നുണ്ട്, തരാം, അതിങ്ങനെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണ്ട. രാഹുൽ വീട്ടിലേക്ക് വന്ന സമയത്ത് ഷാരിയാണ് വാതിൽ തുറക്കുന്നത്. അപ്പോൾ രാഹുൽ ചൂടോടെ പോയിട്ട് അവിടെ സോഫയിലിരിക്കുകയാണ്. അപ്പം ഷാരി പിന്നാലെ പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ വന്നിരിക്കുന്നത്. അത് കേട്ട് വന്ന് സരയും പറയുന്നുണ്ട്, പുറത്ത് നല്ല ചൂടല്ലേ അമ്മേ, അതുകൊണ്ടായിരിക്കും. അപ്പോഴേക്കും രാഹുലിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് സരയുടെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, മിണ്ടരുത് നീയൊന്നും, നിനക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യാൻ പോയാലും അതൊക്കെ നാശത്തിലേ കലാശിക്കൂ. അപ്പോൾ ഷാരി കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലേ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോയെന്ന് ഇപ്പം പറയുന്നത്? അതൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. രാഹുൽ ദേഷ്യത്തോട് പറയുമ്പോൾ സരയു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ പോയി നല്ലൊരു ഡോക്ടറെ കാണാൻ നോക്ക്. ക്ഷമ നശിച്ചിട്ട് രാഹുൽ പറയുന്നുണ്ട്, ഞാനല്ല ഡോക്ടറെ കാണേണ്ടത്, നീയും നിൻ്റെ അമ്മയുമാ. കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല പോലെ ഉറങ്ങാനും മനസ്സമാധാനം കിട്ടാനും നിനക്കൊക്കെ അത് വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷാരി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഗതികേട് ഞങ്ങൾക്ക് വരത്തില്ല. ഞങ്ങൾ മനുമോൻ്റെ കൂടെ അമേരിക്കയിലേക്ക് പോയാലേ ഇവിടെയുള്ള ദുഷ്ടക്കൂട്ടങ്ങളെയൊന്നും ഞങ്ങൾക്ക് പിന്നെ കാണേണ്ടി വരില്ല. നല്ല മനസ്സമാധാനവും കിട്ടും. ഷാരി കുറച്ച് അഹങ്കാരത്തോടെ പറയുമ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട്, എന്ത് അമേരിക്ക? ഏത് അമേരിക്ക? അവൻ അമേരിക്കയിലൊരു ചുക്കുമില്ല. അവൻ നിന്നെയും കൊണ്ടൊന്നും അങ്ങോട്ടൊന്നും പോകാനും പോകുന്നില്ല. അപ്പോഴേക്കും സരയുന് ദേഷ്യം വരികയാണ്. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അപ്പോൾ രാഹുൽ തിരിഞ്ഞിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എനിക്ക് നേരെ നീ വിരൽ ചൂണ്ടിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ പറഞ്ഞതാണ് സത്യം. അപ്പോഴേക്കും ഷാരി വെപ്രാളത്തോടെ വന്നിട്ട് സരയുവിനോട് പറയാണ്, സ്വത്തുക്കളെല്ലാം പോകുന്ന ഉറപ്പായതോടെ അസുഖം കൂടി മോളെ. അപ്പോൾ രാഹുൽ വിചാരിക്കും ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ സരയും പറയുന്നുണ്ട്, അതെ അച്ഛനിപ്പോൾ മുഴുത്ത വട്ടാ. എന്നിട്ട് സരയുവിനോട് രാഹുൽ പറയാണ്, ഏത് നേരം അച്ഛന് വട്ടാണെന്ന് പറഞ്ഞ് നടക്കടി, കൊട്ടി ഘോഷിക്ക്. നിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സമനില തെറ്റുന്നത്. അത്രയ്ക്ക് ഇരുട്ടായടി നിൻ്റെ ജീവിതം. അപ്പോൾ സരയു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അത് ഞാനങ്ങ് സഹിച്ചു. മനുവേട്ടനൊപ്പമുള്ള ജീവിതം ഇരുട്ടായാലും പകലായാലും എനിക്ക് കുഴപ്പമില്ല. എന്തായാലും നല്ലൊരാളിനെ തന്നെയാണ് എനിക്ക് ഭർത്താവായി കിട്ടിയത്. കള്ളം പറയാത്ത നല്ല തെളിഞ്ഞ മനസ്സുള്ള ഒരാളിനെ. എന്താ രാഹുലിന് അവരോട് തിരിച്ച് സരയുവിനോട് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഒന്നും വെട്ടിത്തുറന്ന് പറയാനും പറ്റില്ല, ആ ഒരു അവസ്ഥയിലാണുള്ളത്. അങ്ങനെയുള്ള മനുവേട്ടനെ ഓരോന്നും പറഞ്ഞ് ഇവിടുന്ന് ഓടിച്ചാലുണ്ടല്ലോ, അച്ഛനെ ഞാനൊന്നും ചെയ്യില്ല, പക്ഷെ നിന്ന് കത്തും ഞാൻ. അച്ഛൻ്റെ മുന്നിൽ കിടന്ന്
രാഹുലിനെ വാൺ ചെയ്തിട്ടാണ് സരി അവിടുന്ന് ദേഷ്യത്തോടെ പോകുന്നത്. അതുപോലെ തന്നെ ഷാരിക്കും അത് കേട്ടപ്പോൾ ഞെട്ടലാണ് വരുന്നത്. കാരണം മനുവിന് എന്തൊക്കെ സംഭവിച്ചാൽ സരിയു മരിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പോഴേക്കും സരിയു പോയതിന് പിന്നാലെ രാഹുലിനെ പിടിച്ച് വലിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി തൂങ്ങി ചാവ്. അപ്പോഴേക്കും രാഹുലിൻ്റെ കൺട്രോൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഷാരീൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഡി എന്ന് പറയുമ്പോഴേക്കും ഷാരി ബഹളം വെക്കുകയാണ്, നിലവിളിക്കുകയാണ് കഴുത്തിന് കുത്തിപ്പിടിച്ച ആ വേദനയിൽ. അപ്പോഴേക്കും സരിയു വീണ്ടും തിരിച്ചു വരുന്നുണ്ട് അമ്മയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ സരിയു ഓടി വന്നിട്ട് രാഹുലിൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് പറയുന്നുണ്ട്, എന്താ ഈ കാണിക്കുന്ന, വിട്. അപ്പോഴേക്കും രാഹുൽ പെട്ടെന്ന് വിടുകയാണ്, ഒരു നോർമൽ സ്റ്റേജിലായതുപോലെ. അപ്പോഴും ഷാരി പറയുന്നുണ്ട്, കൈ വെക്കാനും തുടങ്ങി മോളെ. അപ്പോഴാണ് രാഹുലിന് സ്ഥലകാല ബോധം തന്നെ തിരിച്ചു വരുന്നത്. കാരണം അത്രയും ദേഷ്യത്തിലാണ് അയാൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, ഇങ്ങനെ പോയാലേ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഷോക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ രാഹുൽ എടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും സരിയു പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് സത്യ, അച്ഛൻ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കേണ്ട സമയം കഴിഞ്ഞു, അമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞിട്ട് ഷാരിനെ വലിച്ചുകൊണ്ട് സരി അവിടുന്ന് പോവാണ്. രാഹുലിനാണെങ്കിൽ ഒന്നും പുറത്തു പറയാൻ പറ്റാത്ത ആ ഒരു ഫ്രസ്ട്രേഷൻ ഇങ്ങനെ തല പെരുത്ത് നിൽക്കുകയാണ്. രാഹുലാണെങ്കിൽ ആകെ മൊത്തം പിടിവിട്ട അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ സരിയുവിനെയും കൂട്ടിയിട്ട് നേരെ പോയത് ഷാരി മുറിയിലേക്കാണ്. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, ഇങ്ങനെ ഏത് നേരവും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അമേരിക്കയിൽ അവനൊന്നുമില്ല, ഒരു ചുക്കുമില്ല എന്നൊക്കെ. അപ്പോൾ സരിയു ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ് ഷാരി പറയുന്നത്. അത് അങ്ങേർക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്തത് കൊണ്ട് പറയുന്നതാണെന്ന് വിചാരിക്കാം. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു സംശയം ബാക്കി നിൽക്കുകയല്ലേ മോളെ. അപ്പോൾ സരിയും സംശയത്തോടു കൂടി ഷാരിനെ നോക്കുകയാണ്. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, ഇതുവരെ അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് അവൻ സീരിയസ് ആയിട്ടൊന്നും പറയുന്നില്ലല്ലോ മോളെ. അപ്പോൾ സരിയു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പോൾ എന്നെ മനോഹരനെയും തമ്മിൽ തെറ്റിക്കണം, അതിനിപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതാണ് തന്ത്രം. കുറേ തവണ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കും അങ്ങനെ ഒരു തോന്നൽ വന്നില്ലേ. എൻ്റെ ബലമായ സംശയം കല്യാണിയെ ഒഴിവാക്കിയിട്ട് കിരണിനെയും എന്നെയും തമ്മിൽ ഒരുമിപ്പിക്കണം എന്ന് അച്ഛൻ ആഗ്രഹമുണ്ടെന്നാ. അപ്പോൾ ഷാരിയും പറയുന്നുണ്ട്, അത് ആഗ്രഹം അങ്ങേര് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ സരി പറയുന്നുണ്ട്, അവിടെയാണ് അച്ഛനെ ചികിത്സിക്കണമെന്ന് ഞാനും മനുവേട്ടനും പറയുന്നത്. മനുവേട്ടന് മുകളിലാണോ അവൻ? ഞാനിന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരുത്തനാണ് കിരൺ. ഒരു സമയത്ത് എനിക്ക് അവനോട് സ്നേഹം ഉണ്ടായിരുന്നു, ഭ്രാന്തമായ സ്നേഹം. അതുകൊണ്ട് അതിൻ്റെ ഇരട്ടി വെറുപ്പാണ് എനിക്കിപ്പോൾ അവനോട്. അവനോടൊപ്പം ഞാൻ എങ്ങനെ ജീവിക്കും? അത് മാത്രമാണോ? എൻ്റെ വയറ്റിൽ മനുവേട്ടൻ്റെ കുഞ്ഞില്ലേ? ഇതൊക്കെ കേട്ടിട്ടും ഷാരി വീണ്ടും പറയുന്നത് അതുതന്നെയാണ്. എന്തായാലും മോളെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. അതുകൊണ്ട് നമുക്കും കുറച്ച് സംശയമുള്ളതുപോലെ നമ്മൾ അവനോട് സംസാരിക്കുന്നത് നല്ലതാ, എങ്കിലേ അവന് കുറച്ച് ചൂടുണ്ടാവുള്ളൂ. അപ്പോൾ സരി സങ്കടത്തോടെ പറയുന്നുണ്ട്, മനുവേട്ടനെ അനാവശ്യമായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഷാരി പറയാണ്, ആയിക്കോട്ടെ, എന്നാലും നമ്മൾ സംശയിക്കുന്നു എന്ന് അറിയുമ്പോൾ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചാലോ? കുറച്ച് നേരം അത് ആലോചിച്ചതിന് ശേഷം സരി ചോദിക്കുന്നുണ്ട്, അതിന് പകരം മനുവേട്ടൻ ഒറ്റയ്ക്ക് പോയാലോ? അപ്പോൾ ഷാരിക്കും ടെൻഷനാവുന്നുണ്ട്. അയ്യോ മോളെ, അതിനുള്ള അവസരം കൊടുക്കരുത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നാട് വിട്ട് പോകണം മോളെ. അതിനെന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യണം. അപ്പോൾ സരയും പറയും, ശരി, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അതിനുശേഷം സരയു പറയുന്നുണ്ട്, ഇപ്പം അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവുക. നമ്മൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതെല്ലാം നാട്ടിൽ തന്നെ കുറച്ചുകൂടി താമസിക്കുവാണെങ്കിൽ അച്ഛൻ്റെ തല ശരിയാക്കിയേ പറ്റൂ. ഷാരിക്കും ആകെ കൂടെ ടെൻഷൻ ആവുകയാണ്. അതേസമയം നമ്മുടെ മനു അടുത്ത കെട്ടാൻ വേണ്ടി പോകുന്ന പെണ്ണിൻ്റെ ഫോട്ടോ ഇങ്ങനെ ഫോണിൽ സൂം ചെയ്ത് നോക്കി അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സരിയു അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ സരിയു പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, സരിയുവിനെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ മാറ്റുകയാണ്. അപ്പോൾ സരിയു അടുത്തിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മനുവേട്ടാ, നമ്മളിങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നേ? അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത പോലെ മനു ചോദിക്കുന്നുണ്ട്, എന്താ മോളു? അല്ല, വിഷുവായിട്ട് കണ്ടത് എന്താണെന്ന് അറിയാലോ. ഇനിയും അയലത്ത് ഇത്തരം കാഴ്ചകളൊന്നും കാണാൻ വയ്യ, അതുകൊണ്ട് ഇനിയും അവധി പറയല്ലേ മനുവേട്ടാ. അപ്പം മനോഹർ ഇങ്ങനെ കൗശലത്തോടു കൂടി കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എന്നെയും അമ്മയും കൂട്ടി അമേരിക്കയിലേക്ക് പോകണം. മനോഹർ ഇങ്ങനെ സരയുവിനെ തന്നെ ഇടങ്ങാനിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളെ കൊണ്ട് തോറ്റല്ലോ. അപ്പോൾ മനോഹറിൻ്റെ കണ്ണുകൾ ഇങ്ങനെ പിടക്കുന്ന കണ്ടപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നേ? അത് 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 എനിക്ക് അമേരിക്കയിൽ ബിസിനസ്സൊന്നും ഇല്ലയെന്ന് മോളിന് തോന്നുന്നുണ്ടോ? അപ്പോൾ പെട്ടെന്ന് തന്നെ സരയു പറയൂ, അയ്യോ, എനിക്കങ്ങനെ ഒരു തോന്നലേ ഇല്ല. പിന്നെ അച്ഛൻ ഇടയ്ക്കും മുറക്കൊക്കെ പറയുന്നുണ്ട് മനുവേട്ടൻ അമേരിക്കയിൽ ഒരു ചുക്കും ഇല്ലയെന്ന്. ദേ ഇന്നും കൂടെ പറഞ്ഞു. അപ്പോൾ മനുവിനിങ്ങനെ ദേഷ്യം കയറുകയാണ്. അമ്മായിയപ്പാ, എനിക്കിട്ട് പണി തന്നാ തിരിച്ചും പ്രതീക്ഷിക്കാം. അപ്പോൾ സരയു പറയും, കുറേയൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നില്ലേ? അപ്പോൾ മനോഹർ ദേഷ്യത്തോടെ പറയും, അങ്ങനെ പേടി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയാം. അയ്യോ, എന്താ മനുവേട്ടൻ ഈ പറയുന്നേ? ഇനി മനുവേട്ടൻ കൂടി എന്നെ കൈവിട്ടാലുണ്ടല്ലോ, പിന്നെ എന്നെ വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്നത് കാണേണ്ടി വരും എല്ലാവർക്കും. അപ്പോഴേക്കൊന്ന് ഷോക്കായതുപോലെ മനോഹർ പറയാണ്, ദേ എന്നെ സംശയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല മോളൂ. മോളൂൻ്റെ അച്ഛന് തലയ്ക്ക് സുഖമില്ലാന്നറിയാലോ, അതുകൊണ്ട് ഇങ്ങനെ പല പിച്ചുമ്പയും പറയും. ദേ അതൊക്കെ കേട്ടിട്ട് എന്നെ സംശയിക്കാനും ചോദ്യം ചെയ്യാനും വന്നാ അതൊന്നും പൊറുക്കാനും ക്ഷമിക്കാനും എനിക്ക് വയ്യ. അങ്ങനെ വന്നാൽ അവിടെ തീരും നമ്മുടെ ബന്ധം.
സരയുവിനെ അങ്ങോട്ട് പേടിപ്പിക്കുകയാണ് മനോഹർ. അപ്പോഴേക്കും സരയു വീണ്ടും പാവത്തിനെ പോലെ, വെറുതെ പോലും അങ്ങനെയൊന്നും പറയല്ലേ മനുവേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. എന്നാലും എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. എനിക്കിപ്പോൾ ഈ നാടേ ഇഷ്ടമല്ല, മലയാളികളെയും ഇഷ്ടമല്ല. ദേ, അമേരിക്കയിൽ പോയാലും അവിടെ ഒരുപാട് മലയാളികളുണ്ട്, മനോഹർ പറയാണ്. അപ്പോഴേക്കും സരയു പറയും, അമേരിക്കയിലെ മലയാളികൾ നല്ലവരാ. ദേ, ഇപ്പോൾ തന്നെ മനുവേട്ടനെ നോക്കിയേ, മനുവേട്ടനെ പോലെ നല്ലൊരു മലയാളിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അതിൽ ശരിക്കും മനോഹർ വീണ് സോപ്പിട്ടതിൽ. അയലത്തുള്ളവനും കുറേ കാലം പഠിക്കാനെന്നും പറഞ്ഞ് അമേരിക്കയിലേക്ക് പോയതാ ആ കിരൺ. എന്നിട്ട് അവന് ആ രാജ്യത്തിൻ്റെ ഒരു സ്വഭാവവും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ അഷ്ടിക്ക് വകയില്ലാത്ത ഒരുത്തിയെ കല്യാണം കഴിക്കുമായിരുന്നോ? അപ്പം മനോഹർ പറയുന്നുണ്ട്, ദേ, ഇന്നവൾക്ക് അഷ്ടിക്ക് വകയുണ്ട്, അവൾ കോടീശ്വരിയാ. അപ്പോൾ സരയും വിഷമത്തോടെ പറയും, അതൊക്കെ കാണാനും കേൾക്കാനും വയ്യെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെയൊക്കെ മനുവേട്ടൻ്റെ ഇഷ്ടം. എന്തായാലും എൻ്റെ പ്രസവം അമേരിക്കയിൽ വെച്ച് നടന്നാൽ മതി. കേരളത്തിലും വേണ്ട, ഇന്ത്യയിലും വേണ്ട, കേട്ടല്ലോ. അതും പറഞ്ഞ് സരയു എഴുന്നേറ്റ് പോവാണ്. അപ്പം മനോഹർ വിചാരിക്കും, ഞാൻ തിരിച്ചടിക്കുന്നു പറയാന്നല്ലാതെ അയാൾക്കൊരു തിരിച്ചടി കൊടുത്തിട്ടില്ല. അതിൻ്റെ അഹങ്കാരമാണ് അയാൾ ഈ കാണിച്ചത്. എന്നിട്ട് മനോഹർ വേഗം 2 ഫോൺ എടുത്തിട്ട് അതിൽ നിന്നൊരു നമ്പറിലേക്ക് കോൾ ചെയ്യാണ്. അപ്പം നാളത്തേൽ ശരിക്കും കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ താര വീണ്ടും സരയുവിനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്യാണ് നമ്മുടെ ശാരി. കാരണം എൻ്റെ മോൾ എന്തായാലും അവളുടെ മോളല്ല. ഇനി അവളിൽ നിങ്ങൾക്ക് ഇതുപോലൊരു മോൾ ജനിച്ചിട്ടുണ്ടോ? ലോകത്താരും ഇതുപോലൊരു കാര്യം പറഞ്ഞ് വന്നിട്ടുണ്ടാവില്ല. നൊന്ത് പ്രസവിച്ച് അമ്മ ഇവിടെ നിൽക്കുമ്പോഴാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തി അവളുടെ മോളാന്നും പറഞ്ഞു വരുന്നത്. അങ്ങനെയൊക്കെയാണ് നാളത്തെ കഥയിൽ കാണിക്കുന്നത്. എന്തായാലും ഇന്നത്തെ കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥവിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.